കുന്നംകുളത്ത് പോലീസുകാർ ഓടിച്ച ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് മഠത്തിപ്പറമ്പിൽ വീട്ടിൽ ശ്രീദേവിയാണ് മരിച്ചത്. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിലും ജ്യോതിഷും ഓടിച്ച ബൈക്കിടിച്ചാണ് അപകടമുണ്ടായത്. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, എത്ര മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? കുന്നംകുളത്താണ് പോലീസുകാർ ഓടിച്ച ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചത്. ആർത്താറ്റ് മഠത്തിപ്പറമ്പിൽ വീട്ടിൽ ശ്രീദേവിയാണ് മരിച്ചത്. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിലും ജ്യോതിഷും ഓടിച്ച ബൈക്കിടിച്ചാണ് അപകടം ഉണ്ടായത്. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എന്നാണ് ഈ അപകടം ഉണ്ടായത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ലക്ഷ്മി, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുന്നംകുളത്ത് വെച്ച് ഈ അപകടം നടക്കുന്നത്. തിങ്കളാഴ്ച ആർത്താറ്റ് സ്വദേശിയായിട്ടുള്ള സ്ത്രീ റോഡിൽ നിൽക്കുമ്പോൾ എതിരെ വന്ന വാഹനത്തിൽ, ബൈക്കാണ്, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള അജ്മലും ജ്യോതിഷും കൂടി സഞ്ചരിച്ച ബൈക്കാണ്. വേഗതയിലായിരുന്നു ബൈക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. ശ്രീദേവിയെ തട്ടിത്തെറിപ്പിച്ച് കടന്നു പോവുകയായിരുന്നു. ഈ അപകടത്തിൽ ശ്രീദേവിക്ക് പുറമെ അജ്മലിനും ജ്യോതിഷിനും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മരിച്ച ശ്രീദേവി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് ഇവർ മരണപ്പെടുന്നത്. അപകടത്തിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. അവരും ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആശ്രിതമായി റോഡ് മുറിച്ച് കടക്കുന്നതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പോലീസുകാരുടേതായിട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടായത്. പിന്നീട് അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് പ്രദേശവാസികളും ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും സംഭവത്തിൽ 3 പേർക്കും പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രീദേവി ഇന്ന് രാവിലെ മരണപ്പെടുകയുമായിരുന്നു. ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വാഹനാപകടത്തിൽ കുന്നംകുളം പോലീസ് തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.